പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ചർച്ചയിൽ നിന്നും ഇറാൻ പിന്മാറി. വെടിവെച്ചിട്ട് 2 അമേരിക്കൻ പോർ വിമാനങ്ങളിലെ 2 പൈലറ്റുകളെ രക്ഷിച്ചതായി അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ എത്ര മിസൈൽ ലോഞ്ചറുകൾ നശിപ്പിച്ചുവെന്ന് അമേരിക്കയ്ക്ക് കൃത്യമായ ധാരണയില്ലെന്നാണ് US ഇന്റലിജൻസിന്റെ പ്രതികരണം. പാകിസ്ഥാൻ മധ്യസ്ഥതയിലുള്ള ചർച്ചകളിൽ നിന്നും ഇറാൻ പിന്മാറിയതായും അമേരിക്കയുടെ 15 നിബന്ധനകൾ തള്ളിയതായും ദ വാൾ സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു. 48 മണിക്കൂർ നീളുന്ന വെടിനിർത്തലിനുള്ള അമേരിക്കൻ നിർദ്ദേശം ഇറാൻ തള്ളി. ഇന്നലെ ഇറാൻ വെടിവെച്ചിട്ട് അമേരിക്കയുടെ F-15A-10 പോർവിമാനങ്ങളിലെ 2 പൈലറ്റുമാരെ രക്ഷിച്ചതായാണ് വിവരം. F-15 ഉണ്ടായിരുന്ന ഒരു സൈനികനെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. അതിനിടെ അമേരിക്ക ബോംബിട്ട മിസൈൽ ബങ്കറുകൾ മണിക്കൂറുകൾക്കകം വീണ്ടെടുക്കാൻ ഇറാന് കഴിയുന്നുവെന്നാണ് US ഇന്റലിജൻസ് റിപ്പോർട്ട്. ഇറാന്റെ എത്ര മിസൈൽ ലോഞ്ചറുകൾ നശിച്ചുവെന്ന് അമേരിക്കയ്ക്ക് ഇനിയും നിർണ്ണയിക്കാനായിട്ടില്ലെന്നും US ഇന്റലിജൻസ് സ്രോതസ്സുകളെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. യുദ്ധം വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ റിസർവ് സൈനികരുടെ സേവന കാലയളവ് 6 ആഴ്ചയിൽ നിന്നും 9 ആഴ്ചയായി വർദ്ധിപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ സർക്കാർ ഉത്തരവിറക്കി. ഇറാന്റെ ക്ലസ്റ്റർ ബോംബ് ആക്രമണത്തിൽ ഇസ്രയേലിലെ റാമത് ഖാനിൽ കെട്ടിടം തകർന്നു. റോഷ്ഹായിൽ വൈദ്യുതി നിലച്ചതായും ബീർഷെബയിലെ വ്യവസായ മേഖലയിൽ തീപിടുത്തമുണ്ടായതായും റിപ്പോർട്ടുകളുണ്ട്. തെക്കൻ ലെബനോണിൽ 2 പാലങ്ങൾ കൂടി ഇസ്രായേൽ തകർത്തു. ഇതുവരെ ലിതാനി നദിക്ക് കുറുകെയുള്ള 10ഓളം പാലങ്ങളാണ് ഇസ്രായേൽ തകർത്തത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.